Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ട് മാം. Education invitation rule of school. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. എല്ലാവരും സ്ഥലത്തുണ്ടോ എന്ന് നോക്കട്ടെ. ഖദീജ ഉണ്ടോ ക്ലാസ്സില്? ഹോസ്പിറ്റലിലാണ്. ആണോ? വേണ്ട, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യണ്ട. അനഘ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ? കേറുന്നു, പക്ഷെ വീഡിയോ ഓണാക്കാതെ കേറും. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചാ മതി, കുഴപ്പമില്ല. നമുക്ക് പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ വരുമ്പോ ഓണാക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മള് കുറച്ച് പോർഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഈ പുതുതായിട്ട് കയറിയവരാരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമ്മളെല്ലാം ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. പലർക്കും ഒരു ടെൻഷനുണ്ട്, പഴയ ക്ലാസ് കിട്ടിയോ എന്നൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് 4th ചാപ്റ്റർ ആയിരുന്നു. 4th ചാപ്റ്റർ അല്ലായിരുന്നോ? ആൽഫി എല്ലാം മറന്നുപോയി ഒരാഴ്ചത്തെ ഗ്യാപ്പ് വന്നപ്പോ? ഇല്ല, 3rd ചാപ്റ്റർ. 3rd ചാപ്റ്റർ. ഓക്കെ, ഞാനാ മറന്നത്. ഇപ്പൊ നമുക്കിന്ന് പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്രീ സ്കൂൾ എക്സ്പീരിയൻസസ്. 1 minute. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാമോ? ഇല്ല മാം. Yes. ഇപ്പോൾ കാണാമോ? Yes, ma'am. Yes, ma'am. Yes, ma'am. ഓക്കെ, ലിസൺ. പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രീ സ്കൂൾ experiences. The preschool experience, being the first experience outside home, should be pleasurable, reassuring, rewarding and free from pain. ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യമായിട്ട് വീടിന് വെളിയിൽ വിടുന്ന ഒരു സംഭവമാണ് എന്താണ് പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അതുവരെ നമ്മളോടൊപ്പം ഉണ്ട് കുഞ്ഞുങ്ങൾ. അവർക്ക് ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആണ്. പുറത്ത് പോയി പഠിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിചയപ്പെടാനും കൂട്ടുകാരെ കാണാനും ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്ലഷറബിൾ ആണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുവരെ നമ്മൾ വീട്ടിൽ അടച്ചിട്ട് വളർത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പുറത്തേക്ക് വിടും. പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് അവർക്ക് നല്ല സ്വാതന്ത്ര്യമല്ലേ? കൂട്ടുകാരെ കാണാനും ഓടാനും കളിക്കാനും ഒക്കെ വളരെ സ്വാതന്ത്ര്യവുമാണ്, സന്തോഷവുമാണ്. There should not be any fixed or drab routine to be followed passively. Drab എന്ന് പറഞ്ഞാൽ മങ്ങിയ, ഫിക്സഡ് എന്ന് പറഞ്ഞാൽ സ്ഥിരം. അവർക്ക് എന്തുവാ? അവർക്ക് അവിടെ റൂട്ടീൻ ഒന്നുമില്ല. ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് കളിക്കണം, അങ്ങനെ ഒരു റൂട്ടീൻ ഇല്ല. അവരുടെ ഇഷ്ടം പോലെ
അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. The child adjusts and settles down only when the preschool climate is full of security and acceptance. അവർക്ക് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കിട്ടുന്നത് എപ്പോഴും ടീച്ചർമാർ എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. അവരെന്ത് ചെയ്യുന്നു, അവർ കളിക്കുന്നു, അതോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു, വഴക്ക് കൂടുന്നു, ഇതെല്ലാം കുഞ്ഞുങ്ങളെ നല്ലതുപോലെ കെയർ ചെയ്യും. അപ്പോൾ ഈ പ്രീ സ്കൂളിലെ ടീച്ചേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ടൈം. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ തമ്മിൽ അടികൂടിയോ അവർ മറിഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, നല്ലതുപോലെ കെയർ ചെയ്യണം. അത് മാത്രമല്ല, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ റീസണബിൾ എക്സ്റ്റെന്റ് ഫ്രീഡം ടു എക്സ്പ്ലോർ, ഫീൽ, ഹാൻഡിൽ, ഒബ്സർവ് ആൻഡ് തിങ്സ് ആൻഡ് ഹാപ്പനിങ്സ്. കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്, മറ്റുള്ളവരെ പിന്നെ എന്തെല്ലാം ചെയ്യുന്നു, കൂട്ടുകാരെന്ത് ചെയ്യുന്നു, ടീച്ചർ എന്ത് ചെയ്യുന്നു എന്നെല്ലാം അവർ കൃത്യമായിട്ട് കാണാറുണ്ട്. അവർ ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. അവർ വീട്ടിൽ വന്ന് പേരൻസിനോട് ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. The premises should be spacious. Premises means പരിസരം. Spacious means വിശാലമായ. അവർക്ക് വീടിനുള്ളിൽ അടച്ചിടുന്ന കുഞ്ഞുങ്ങളെ വെളിയിലോട്ട് വിടുമ്പോ അവര് ഓടുകയും ചാടുകയൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ ആരും? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നോന്ന് അറിയട്ടെ. ഞാൻ ചോദിക്കുമ്പോ ജസ്റ്റ് ഒന്ന് ആൻസർ തരണം കേട്ടോ. The teacher who is warm, understanding and accepting wins the child's confidence. ഒരു ടീച്ചറാണ് ഒരു കുഞ്ഞിന്റെ കോൺഫിഡൻസ് വളർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. നല്ലൊരു ടീച്ചർ ആണെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആയിരിക്കണം എപ്പോഴും ടീച്ചർ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം. അവർ തെറ്റ് ചെയ്താൽ തിരുത്തണം. ഇതെല്ലാം ഒരു ബെസ്റ്റ് ടീച്ചറിന്റെ ക്വാളിറ്റീസ് ആണ്. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ കേൾക്കാൻ തയ്യാറാകണം. അപ്പോൾ അവരെന്ത് കാര്യമുണ്ടെങ്കിലും ടീച്ചർമാരോട് ഷെയർ ചെയ്യും. ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും വന്ന് ടീച്ചറിനോടാ പറയുന്നത്. എന്ന് വെച്ചാൽ അവര് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ അവരുടെ പേരന്റ് എന്ന് വെച്ചാൽ അമ്മയെ പോലെ നമ്മളെ കരുതുന്നത് കൊണ്ടാണ് അവരെന്ത് കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുള്ളവർക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ടീച്ചറിന്റെ അവിടെ സ്കൂളിലെ കാര്യം ഉണ്ടെങ്കിൽ അത് ആദ്യം എന്ന് പറയുന്നത് അമ്മമാരോടൊപ്പമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെന്ന് ആദ്യം പറയുന്നത് ടീച്ചർമാരോടൊപ്പമായിരിക്കും. ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക്. നമ്മൾ തിരിച്ച് സ്നേഹിച്ചാൽ മാത്രമേ അവരെ സ്നേഹിക്കൂ. അല്ലാതെ കുഞ്ഞുങ്ങളെ നമ്മുടെ ശത്രുക്കളെ പോലെ കണ്ടാൽ അവരാരെങ്കിലും നമ്മളെ സ്നേഹിക്കുമോ? ചില ടീച്ചർമാരെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടിച്ചെല്ലും. നമ്മുടെ കൂടെ വരുവാണെങ്കിൽ അവരവരുടെ ടീച്ചറിനെ കാണുമ്പോൾ ഓടിച്ചെല്ലും. എന്നുവെച്ചാൽ അത്രയ്ക്ക് ലവും കെയറും ആ ടീച്ചർ നൽകുന്നത് കൊണ്ട് മാത്രമാണ് ആ ടീച്ചറിനെ കാണുമ്പം നമ്മൾ ഓടിച്ചെല്ലും. നമ്മൾ തന്നെ പഠിച്ചിരുന്ന കാലത്ത് നമ്മളെ പഠിപ്പിച്ചിരുന്ന ടീച്ചറിനെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമോ. ടീച്ചറ് നമ്മളെ അന്ന് പഠിപ്പിച്ചിരുന്ന ആ സിറ്റുവേഷനൊക്കെ നമ്മൾ അപ്പോഴേ ഓർക്കും. ഇപ്പൊ ഭയങ്കര റഫായിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിലും നമുക്ക് ആ ടീച്ചറിനോട്, നമ്മളൊരു ടീച്ചർ ആകുമ്പോൾ അവരോട് നമുക്കൊരു ദേഷ്യവും തോന്നത്തില്ല. അപ്പോൾ ടീച്ചർമാർ അങ്ങനെ പെരുമാറിയേ പറ്റുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ പ്രീ സ്കൂളിൽ നിന്നാണെന്ന് പറഞ്ഞു. അവിടെ ടീച്ചർ എന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആയിരിക്കണം. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് ഫ്രീഡം കൊടുക്കാനും അതുപോലെ തന്നെ അവരെ കെയർ ചെയ്യാനും കഴിവുള്ളവരായിരിക്കണം പ്രീ സ്കൂളിലെ ടീച്ചേഴ്സും. എങ്കിലേ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അല്ല കുഞ്ഞുങ്ങളെ അവിടെ പ്രീ സ്കൂളിലെ ടീച്ചറിട്ട് അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വല്ല എക്സ്പീരിയൻസും ഉണ്ടാവുമോ? ഇല്ല. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ടീച്ചറും അവരെ നല്ലതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ. അതുപോലെ തന്നെ കുട്ടികളുടെ കോൺഫിഡൻസ്, അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നത് ടീച്ചറാണ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് നല്ലതാണ്, നിങ്ങൾ ചെയ്ത പ്രവൃത്തി നല്ലതാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്, എപ്പോഴും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെ എപ്പോഴും അഭിനന്ദിക്കുകയും അവർ ചെയ്യുന്ന കാര്യങ്ങളെ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. At times the child might resent or to be a bit aggressive as he is emotionally developing within a group. ചില കുഞ്ഞുങ്ങൾ അവിടെ വരുന്ന ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അവർക്ക് ടീച്ചർമാരെ ഇഷ്ടമല്ലായിരിക്കും. ചില അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദേഷ്യവും കുറുമ്പും ഒക്കെ കാണിക്കും. പക്ഷെ
അവര് ആ ഗ്രൂപ്പിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ചെടുക്കുമ്പോൾ അവരുടെ ആ സ്വഭാവ ശീലങ്ങളെല്ലാം മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്താൽ അവരുടെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾ ഒരു ദിവസം പ്രീ സ്കൂളിൽ വന്നിട്ട് പിന്നെ വരാതിരിക്കും. നമ്മൾ അവരെ നല്ലതുപോലെ കെയർ ചെയ്യുകയും അവരെ നല്ലതുപോലെ അവരുടെ പേരന്റ് എന്ന് വെച്ചാൽ മദറിനെ പോലെ തന്നെ കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വരാനായിട്ട് നല്ല താല്പര്യം തോന്നും. ഇച്ചിരി ബഹളക്കാരനാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മാറി നല്ലൊരു കുട്ടിയായി മാറുകയും ചെയ്യും. ഓക്കെ ആൽഫി, യെസ് മാം. ഇപ്പൊ നമ്മൾ ഈ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ജസ്റ്റ് എന്ന് പറഞ്ഞു. പ്രീ സ്കൂൾ എക്സ്പീരിയൻസിൽ അപ്പൊ ഒരു കൊച്ചു ആദ്യം പ്രീ സ്കൂളോട് ജോയിൻ ചെയ്താൽ മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ. അതുവരെ നമ്മൾ വീട്ടിലാണ് കൊച്ചിനെ ഉള്ളത്. അപ്പൊ അത് പുറത്തോട്ട് പോകുമ്പോൾ അവർക്ക് അതിനകമുള്ള ഫ്രീഡം, പ്ലഷർ, റഷസിങ്, റിവാർഡിങ് എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റിൽ ആയിട്ടും പ്രീ സ്കൂൾ ക്ലൈമറ്റ് ആൻഡ് സെക്യൂരിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് എത്ര ഫ്രീ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണോ അത്രയ്ക്ക് കൊച്ചു പിള്ളേർ നമ്മളോട് മിങ്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടീച്ചറും ഒരു കൊച്ചിനോട് നമ്മൾ എത്ര സ്നേഹത്തോടെ ഇരിക്കണോ അത്രയ്ക്ക് സ്നേഹത്തോടെ കൊച്ചിനും നമ്മളോട് അറ്റാച്ച്മെന്റ് ചെയ്യും. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ടോ എന്തെങ്കിലും പിള്ളേർ സ്കൂളിൽ പോലും വരാൻ താല്പര്യം കാണിക്കൂല. അതുകൊണ്ട് നമ്മൾ എത്ര ദൂരം സ്നേഹത്തോടെ ടീച്ചറായിട്ട് ഒരു കൊച്ചിനോട് നമ്മൾ സംസാരിക്കണോ കെയർ ചെയ്യണോ അത്രയ്ക്ക് ആ കൊച്ചിനും നമ്മളടുത്ത് സ്നേഹം കാണിക്കും. പിന്നെ എല്ലാ കൊച്ചിനും ഒന്നുപോലെ ഇരിക്കും. അപ്പൊ ചില കൊച്ചുങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം കാണും, എന്തെങ്കിലും കാണും. അത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ കൊച്ചിനെ മാറ്റി നന്നായിട്ട് ഒരു ക്യാരക്ടറായിട്ട് മാറ്റിയെടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഷാരിജ, മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞേ. മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞേ ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത്. നെറ്റ്വർക്ക് കറക്റ്റ് അല്ലെന്ന് തോന്നുന്നുണ്ടോ? നിഷിത, പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് ആണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ഹോം വിട്ടിട്ട് ഫസ്റ്റ് പിള്ളേർ പോകുന്നത് പ്രീ സ്കൂളിലേക്കാണ്. സോ അവിടെ കിട്ടുന്ന അവർക്കുള്ള എക്സ്പീരിയൻസസും ലൈക്ക് പ്ലഷറബിൾ, റീഅഷ്യൂറിങ്, റിവാർഡിങ്, ഒരു ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് അവർക്കൊരു ഔട്ട്സൈഡ് ഹോം ആയിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസ്. അപ്പൊ അവിടെ ദേ ഷുഡ് ബി സെക്യൂർ, അവര് സെക്യൂർഡ് ആയിരിക്കണം. കുട്ടികൾക്ക് ടീച്ചേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല ഇതായിരിക്കണം. അവരെ ഹാൻഡിൽ ചെയ്യണം, സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അവർക്കുള്ള ഫ്രീഡം കൊടുക്കണം, എക്സ്പ്ലോർ ചെയ്യാനും തിങ്സ് ഒബ്സർവ് ചെയ്യാനും എന്തൊക്കെ ഹാപ്പൻ ചെയ്യണോ എന്നുള്ളതിനൊക്കെയുള്ള എക്സ്പീരിയൻസ് പ്രീ സ്കൂളിൽ നിന്നാണ് കിട്ടുക. ആൻഡ് ടീച്ചേഴ്സ് ലൈക്ക് കിഡ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആൻഡ് വാമിങ് ആയിട്ട് ആയിരിക്കണം. കാരണം മേ ബി ചില കിഡ്സ് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ചില കിഡ്സ് സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആസ് എ ടീച്ചർ നമുക്ക് പറ്റണം. പ്രീ സ്കൂൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു സ്റ്റാർട്ടിങ് ഒരു സ്റ്റെപ്പ് ആണല്ലോ ടു സ്കൂൾ എന്ന് പറയുന്നത്. അതിലേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. ഷാരിജയ്ക്ക് പറയാമോ? നെറ്റ് ഓക്കെ ആണോ? സൗന്ദര്യ ആണോ? ഹലോ, കേൾക്കാമോ? കുട്ടികളെ വീടിന് പുറത്ത് ഞങ്ങൾ മാം എനിക്ക് കേൾക്കാം. പറഞ്ഞോളൂ മാം. കേൾക്കുന്നില്ലേ? കേൾക്കാം. കുട്ടികളെ നമ്മള് ഹരിജ ഓക്കെ ഇതാണോ? റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ പോകുന്നുണ്ട്. സാരമില്ല, ശ്രദ്ധിച്ചിരുന്നാ മതി. ഓക്കെ, കുഴപ്പമില്ല. ലിസൺ ദി നെക്സ്റ്റ് പാരഗ്രാഫ്. കുട്ടികളെ കേൾക്കാമോ പറയുന്നത്? ശ്രദ്ധിച്ചിരുന്നാ മതി, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്.
Okay. പറയൂ. To achieve various developmental goals and objectives, ആണ് the ഓക്കെ ഓക്കെ preschool or ECC center should consciously aim at providing an active and learning climate to promote cognitive competencies by extending child's language, creating opportunities for developing skills of observing, manipulating and listening, reading and writing readiness, and by ensuring balanced physical, social, and ഇമോഷണൽ ഡെവലപ്മെന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ച അവർ പ്രീ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് കൂടുതലായിട്ട് വളരുന്നത്. അവർക്ക് സ്വന്തമായി ഓരോ കാര്യങ്ങൾ എഴുതാന്, വായിക്കാന്, അതുപോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നെല്ലാം അവർ പഠിക്കുന്നത് ഈ പ്രീ സ്കൂളിൽ ചെല്ലുമ്പോഴാണ്. അവരെ ഡെവലപ്പിംഗ് സ്കിൽസ് ഓഫ് ഒബ്സർവിങ്, ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള കഴിവ് അവർക്ക് കിട്ടുന്നതും പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ മാനിപ്പുലേറ്റിംഗ് ആൻഡ് ലിസണിങ്, ചില കാര്യങ്ങൾ അവര് സ്വന്തമായി ഭാവനയിലൂടെ പറയാനുള്ള കഴിവുണ്ടാകുന്നതും അവർ പ്രീ സ്കൂളിൽ ചെല്ലുമ്പോഴാണ്. ചിലപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരിക്കും, പക്ഷെ അവര് ഭാവനയിലൂടെ കാര്യങ്ങൾ കൃത്രിമമായിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ അവർ പറയും. പക്ഷെ അതിൽ ഒരു കാര്യം കാണത്തില്ല, അവര് സ്വന്തം ഭാവനയിലാണ് ആ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നത്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് റെഡിനെസ്, അതുപോലെ തന്നെ എഴുതാനും വായിക്കാനും ഉള്ള കഴിവ്, ഇതെല്ലാം നമ്മൾ പ്രീ സ്കൂളിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ലഭിക്കുന്നത്. ഒരു പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മീൻസ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വളരാനായിട്ട് വളരെയധികം സ്വാധീനിക്കും. പ്രീ സ്കൂളിലെ എക്സ്പീരിയൻസ് വളരെയധികം സ്വാധീനിക്കുന്നു. അതോടൊപ്പം എ ബാലൻസ്ഡ് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ആയാലും ഫിസിക്കൽ ആയാലും ഇമോഷൻസ് ആയാലും അവർക്ക് അങ്ങനെയുള്ള ഡെവലപ്മെന്റ് എല്ലാം ഈ പ്രീ സ്കൂൾ എക്സ്പീരിയൻസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ എന്ന് വെച്ചാൽ അവരുടെ മെന്റൽ ഡെവലപ്മെന്റിൽ ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിൽ പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. The preschool can help in extending the child's language for better and efficient communication. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ്, നല്ല ലാംഗ്വേജിൽ അതുപോലെ സംസാരിക്കാനും, അതുപോലെ ബെറ്റർ ആൻഡ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ സഹായിക്കുന്നത് ഈ പ്രീ സ്കൂൾ എക്സ്പീരിയൻസ് ആണ്. The direction of communication should be towards acquiring a more specific and varied vocabulary. അതുപോലെ തന്നെ നല്ല പുതിയ പുതിയ വേർഡ്സുകൾ പഠിക്കുന്നതും, അതുപോലെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നതും, പിന്നീട് പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുന്നതും ഈ പ്രീ സ്കൂൾ എക്സ്പീരിയൻസിൽ നിന്നാണ്. These will be fostered by building up new experience through games, songs, rhymes and stories. കുഞ്ഞുങ്ങൾക്ക് ഈ കഴിവെല്ലാം ലഭിക്കുന്നത് ഏതൊക്കെ വഴിയാണ്? ഗെയിംസിലൂടെയും, സോങ്സിലൂടെയും, റൈംസിലൂടെയും ആൻഡ് സ്റ്റോറീസ്. ടീച്ചർ തന്നെ ഒരു ക്ലാസ്സിൽ ഒരു കഥ പറയുക, കഥ പറഞ്ഞ് അവരെ പഠിപ്പിച്ചിട്ട് വിട്ടു കഴിഞ്ഞാൽ അവർ ആദ്യം വീട്ടിൽ വന്ന ഉടനെ പേരൻസിനോട് ആ കഥ അവർ ഷെയർ ചെയ്യും. ടീച്ചർ എങ്ങനെയാണോ ആ കഥ പറഞ്ഞത് അതുപോലെ അവര് എക്സ്പ്രഷനോട് കൂടിയാണ് അവർ ആ കഥ ആയാലും പാട്ടായാലും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. പുതിയ ഒരു റൈംസോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ അവരെ ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ സ്റ്റോറി അല്ലെങ്കിൽ ആ പാട്ട് പെട്ടെന്ന് ബൈഹാർട്ട് ആക്കും. നമ്മൾ വിചാരിക്കും ഒരു പുതിയൊരു പാട്ട് അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുത്താൽ അവർ പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്യും. അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് ഈ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക്, ഒരു 7 years വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അവർ പെട്ടെന്ന് അത് ബൈഹാർട്ട് ചെയ്യും. അതുപോലെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവും അവർക്ക് കൂടുതലായിരിക്കും. മുതിർന്നവരെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് അവർ ക്യാപ്ചർ ചെയ്യും ഓരോ കാര്യങ്ങളും, നല്ലതായാലും ചീത്തയായാലും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും. അതുപോലെ റോൾ പ്ലേ ആൻഡ് സോഷ്യോ ഡ്രാമാറ്റിക് പ്ലേ ഓൾസോ ഇംപ്രൂവ് ഇന്ററാക്ഷൻ. ഒരു റോൾ പ്ലേ ചെയ്യും. ഇപ്പൊ ടീച്ചറിനെ പോലെ ആക്ട് ചെയ്യും, അല്ലെങ്കിൽ പേരന്റിനെ, അമ്മയെ പോലെ, അങ്ങനെ ഓരോരുത്തരെയും പോലെ ആക്ട് ചെയ്ത് അവരെങ്ങനെയാണോ അവരെ ബിഹേവ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ ഒബ്സർവ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒബ്സർവിങ് സ്കിൽ അവർക്ക് വളരെ കൂടുതലാണ്. ഒബ്സർവ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയാനുള്ള കഴിവും അവർക്ക് വളരെ കൂടുതലാണ്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും ചെറുതായിട്ട് കാണരുത്. അവർക്ക്
നമ്മളെക്കാൾ കൂടുതൽ ഒബ്സർവിങ് കപ്പാസിറ്റി ഉണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ അവർക്കുടെ മെന്റൽ എബിലിറ്റി വളരെ കൂടുതലാണ്. ഒരു നമ്മൾ ഒരു ചില കുഞ്ഞുങ്ങൾ അവൻ ഒന്നും പഠിക്കില്ല, മണ്ടനാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിവുണ്ട്. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ കഴിവായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായി ഡെവലപ്പ് ചെയ്ത് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരണം. അതാണ് ഒരു ടീച്ചറുടെയും കൂടെ കടമ. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അതുപോലെ മനസ്സിലാക്കുന്നവരാണ്. നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും നല്ല ക്വാളിറ്റീസ് ആയാലും ലാംഗ്വേജ് ആയാലും വൊക്കാബുലറി ആയാലും ഇതെല്ലാം അവർ കൃത്യമായിട്ട് ബൈഹേർട്ട് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നവരാണ്. പാരഗ്രാഫ് മനസ്സിലായോ എല്ലാവർക്കും? കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റീസ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ അവർ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അവരിങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഇച്ചിരി മുതിർന്നാലും ശരി അവർ ആ പ്രായത്തിൽ അങ്ങനെ ആയിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കെങ്കിലും ചെയ്യും. അങ്ങനെ അല്ലായിരുന്നോ? ഇപ്പോഴും അങ്ങനല്ലേ? അതെ. അവർ ഓരോ കാര്യങ്ങൾ സ്വയം എക്സ്പ്രസ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കൂടെ ഇട്ട് നമ്മളോട് വന്ന് പറയും. നമ്മൾ വിചാരിക്കും അത് സത്യമായിരിക്കും. പക്ഷെ അത്ര എക്സ്പ്രഷനോട് കൂടിയാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് അവർക്ക് പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുഞ്ഞുങ്ങൾക്കും കഴിവില്ലാത്തവരില്ല, എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. The preschool programs are geared to health and nutritional assessment of children and also for promotion, physical coordination and greater autonomy. The working sphere of preschool is, as a matter of fact, very vast. This is because physical, cognitive and linguistic abilities do not develop in isolation. They are closely intertwined. ഇന്റർവെന്റ് എന്ന് പറഞ്ഞ ഇഴപിരിച്ച് ചേർന്ന് നിൽക്കുക എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഇന്റർവൈൻ. കാണാലോ, പാരഗ്രാഫ് കാണാലോ. The preschool programs are geared a health and a nutritional assessment of children and also for promotion, physical coordination and greater autonomy. Autonomy means സ്വയം ഭരണം. അവർക്ക് ഓരോ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നതും പ്രീ സ്കൂൾ എക്സ്പീരിയൻസിലൂടെയാണ്. അതുപോലെ ഫിസിക്കൽ കോർഡിനേഷൻ, അവര് കളിക്കുകയും ഗെയിമൊക്കെ കളിക്കുകയും ഓടിയും ചാടിയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഫിസിക്കലായിട്ട് അവര് നല്ല ഹെൽത്തി ആയി മാറുന്നുണ്ട്. The working sphere of preschool is a matter of fact that very vast. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയവും അവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. This is because physical, cognitive and linguistic abilities do not develop in isolation. അവർക്ക് ഒരിക്കലും അവിടെ ഐസൊലേറ്റഡ് ആവുന്നില്ല, അവിടെ ഒറ്റപ്പെട്ടിരിക്കേണ്ട വരുന്നില്ല. എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചറുണ്ട്, അവർക്ക് എപ്പോഴും കളിക്കാനും പാടാനും ഓടാനും ചാടാനും ഒക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അവർക്ക് സമയം തികയാറില്ല. ദേ ആർ ക്ലോസ്ലി ഇന്റർവീൻഡ്. എന്നുവെച്ചാൽ ഫിസിക്കലായിട്ടും കോഗ്നിറ്റീവ് മീൻസ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ ടൈമിലാണ്, ഈ പ്രീ സ്കൂൾ ടൈമിലാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒറ്റപ്പെട്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങള് ഇപ്പോൾ പ്രീ സ്കൂളിൽ പോയാൽ ഒറ്റപ്പെട്ടിരിക്കില്ല. അവരെപ്പോഴും അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കുകയും പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഹെൽത്തി ആയിരിക്കില്ല, അങ്ങനെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായോ? സൗന്ദര്യം ഉണ്ടോ ക്ലാസ്സില്? സൗന്ദര്യ സൗന്ദര്യം ചെയ്തേ ഈ പാരഗ്രാഫ് ഒന്ന് പറഞ്ഞു. ഓക്കെ മാം, പ്രീ സ്കൂൾ പ്രോഗ്രാംസിൽ കുട്ടികളുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ അസസ്മെന്റ് അത് ഡെവലപ്പ് ചെയ്യാനും അതിന്റെ രീതിയിൽ അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ അവർക്ക് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ കൊടുക്കും.
പ്രീ സ്കൂള് അവർക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യാനും പഠിക്കാനും വാസ്റ്റ് വലിയ സ്പേസ് ഉണ്ട്. ആൻഡ് പ്രീ സ്കൂളിൽ അവർക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആയാലും കോഗ്നിറ്റീവ് ബുദ്ധിപരമായാലും ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയാലും എല്ലാം സെപ്പറേറ്റ് ആയിരിക്കില്ല, എല്ലാം ഇന്റർവൈൻഡ് ആണ്. എല്ലാം കൂടി ഒരുമിച്ച് ഒരേ സമയം ഒന്നുകൂടി ഡെവലപ്പ് ആവുന്നതാണ് പ്രീ സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും. നെക്സ്റ്റ് അനഘ. യെസ് മാം. പറഞ്ഞ പോയിന്റ്സ് മാത്രം ഒന്ന് പറയാം. പ്രീ സ്കൂൾ പ്രീ പ്രോഗ്രാം സ്കൂൾ കുട്ടികളുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ അസസ്മെന്റിൽ ഇംപ്രൂവ് ആവും. പിന്നെ അവരെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കും. പിന്നെ അവര് ഓരോ ആക്ടിവിറ്റി ചെയ്യാനും വെരി ഫാസ്റ്റ് ആയിട്ട് എല്ലാ ആക്ടിവിറ്റിയും അവര് ചെയ്യും. പിന്നെ അവരെ ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാനും ലാംഗ്വേജ് ഡെവലപ്മെന്റും എല്ലാം ഒരുമിച്ചെല്ലാം ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പ്രീ സ്കൂൾ എക്സ്പീരിയൻസിൽ സാധിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ് പഠിക്കാമല്ലോ. ഓക്കെ മാം. മാം ലിംഗ്വിസ്റ്റിക് അബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മാം? ലിംഗ്വിസ്റ്റിക്സ് ലാംഗ്വേജ് എബിലിറ്റി. ലാംഗ്വേജ് ഉണ്ടല്ലോ, ഇപ്പൊ സംസാരിക്കാനുള്ള കഴിവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്പീച്ച് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ടല്ലോ. ഭാഷ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പഠിക്കുന്നത് അവർ പ്രീ സ്കൂളിൽ നിന്നാണ്. പുതിയ പുതിയ വേർഡ്സുകളൊക്കെ പഠിച്ചുകൊണ്ട് വരില്ലേ കുട്ടികള്. In a preschool, the child should find greater acceptance, warmth, and approval. These help him in achieving a positive self-concept. The content of the preschool program needs to be flexible and elastic. More attention should be given to attitude formation and opportunities for interaction with the environment to evoke curiosity and interest. Peer group experiences and group games in a preschool or ECCE center result in more adaptability and more acceptable behavioral patterns. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ്, അവരെ അംഗീകരിക്കുന്നത് ഈ പ്രീ സ്കൂളിലാണ്. അവരെന്ത് കാര്യങ്ങൾ ചെയ്താലും ടീച്ചർ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും, കൺഗ്രാജുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വാംത്ത് ആൻഡ് അപ്രൂവൽ, അവർക്ക് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. കൂടി കളിക്കാന്. അപ്പോഴും നമ്മളവിടെ ഓരോന്ന് പഠിക്കണം, പിന്നെ നിർബന്ധമില്ലല്ലോ. ഇപ്പൊ സിലബസ് ഒന്നുമില്ല പ്രീ സ്കൂളിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കളിയിലൂടെയും പാട്ടിലൂടെയൊക്കെയാണ്, നമ്മൾ കഥകളിലൂടെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴവർക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. അതുപോലെ പ്രീ സ്കൂളിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. എന്ത് കാര്യങ്ങളും അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു ആകാംക്ഷ. ക്യൂരിയോസിറ്റി മീൻസ് ആകാംക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് വളരെയധികം താല്പര്യമായിരിക്കും. മുതിർന്നവരെ പോലെയല്ല. മുതിർന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് മടുക്കും. പക്ഷെ കുഞ്ഞുങ്ങളതല്ല. അവര് ഇതെന്ത് കാര്യം ഉണ്ടെങ്കിലും അവരത് മനസ്സിലാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലാക്കുന്നത് വരെ അവർ ശ്രമിക്കും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ കഴിവ്. അവർക്ക് ഒരിക്കലും മടുക്കത്തില്ല. അത് തന്നെ കണ്ടിട്ടില്ല, ഒരു കഥ തന്നെ ഒരു 100 പ്രാവശ്യം പറഞ്ഞാലും അവർ മടുക്കില്ല. അവർക്കത് വീണ്ടും വീണ്ടും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പാട്ടായാലും ശരി, കഥയായാലും ശരി, അവർ 100 പ്രാവശ്യം പറഞ്ഞാലും അവർ കേട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരിക്കലും മടുപ്പ് വന്നില്ല. നമ്മൾ തന്നെ ഒരു പ്രാവശ്യം കേട്ട തമാശ പിന്നീട് കേട്ടാൽ നമ്മൾ ചിരിക്കാറില്ല. അതാണ് കുഞ്ഞുങ്ങളും മുതിർന്നവരും തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് എപ്പോഴും അവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എപ്പോഴായാലും, ഒരു പാട്ടായാലും. ഇപ്പൊ ഒരു പ്രീ സ്കൂളിൽ പോയി പഠിച്ചിട്ട് വരുന്ന ഒരു കുഞ്ഞ് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്, ഒരു റൈംസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. ഏത് സമയം നോക്കിയാലും എപ്പോ പാടാൻ പറഞ്ഞാലും അവര് പാടിക്കൊണ്ടിരിക്കും. അത് അവർക്കൊരു സന്തോഷമാണ്. അവരെ കൊണ്ട് അത് പാടിപ്പിക്കുമ്പോൾ അവര് തന്റെ ഒരു കഴിവ് അവർ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. മുതിർന്നവർ അതിനെ അപ്രീഷിയേറ്റ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വളരെയധികം അവർ ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത്. പിയർ ഗ്രൂപ്പ് മീൻസ് സമപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, ഏകദേശം ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളായിരിക്കുമല്ലോ പ്രീ സ്കൂളിൽ ഉണ്ടാകുന്നത്. പിയർ ഗ്രൂപ്പ് എക്സ്പീരിയൻസ്, കൂട്ടുകാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് എല്ലാം കുഞ്ഞുങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം പോയിന്റ്സുകളും നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കണം. നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഈ പോയിന്റ്സ് എല്ലാം ചോദിക്കും. ഓക്കെ, ഇവിടെ എല്ലാവരും പരമാവധി എല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. നമുക്കൊരു അറ്റൻഡൻസ് മസ്റ്റ് ആണ്. അതുകൊണ്ട് ക്ലാസ് എന്ന് വെച്ചാൽ റേഞ്ചിന്റെ പ്രോബ്ലം അല്ലാതെ മഴയൊക്കെ ആണെങ്കിൽ ഓക്കെ,
അല്ലാതെ നിങ്ങൾ മനഃപൂർവ്വം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഓരോ ക്ലാസ് നമുക്ക് ലൈവ് ക്ലാസ് എപ്പോഴും വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇത് കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറണം. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. Okay, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Good Good night. night. Thank you. Thank you. Thank you.